Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചായക്കട സ്പെഷ്യൽ ബോണ്ടയാണ്. അപ്പോൾ ഇതെങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. പഴം വെച്ചിട്ടാണ് ഞാൻ ഈ ബോണ്ട ഉണ്ടാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി 1.5 റോബസ്റ്റ പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴമാണ്. പിന്നെ ഇവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം റവ വേണേലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. നമ്മൾ ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്, അപ്പക്കാരം. മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും കൂടെ ഒരുമിച്ച് ഏതിലെങ്കിലും ഉപയോഗിച്ചാൽ നമ്മളത് ഉണ്ടാക്കി വരുമ്പോൾ ഒരു ചുമന്ന കളറായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ബോണ്ട ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ചുമന്ന് തന്നെയാണ് കളർ ചേഞ്ച് ചെയ്ത് വരുന്നത്. പക്ഷേ നിങ്ങൾ ഏത്തക്കാപ്പം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മഞ്ഞപ്പൊടിയും സോഡാപ്പൊടിയും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത്തക്കാപ്പം മഞ്ഞ കളറിൽ ഇരിക്കത്തില്ല, ചുമന്ന കളറിലായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം അത് സൂക്ഷിക്കണം. ഇപ്പോൾ ബോണ്ട നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന ഉടനെ തന്നെ ചുമക്കും. അത് ഈ മഞ്ഞപ്പൊടിയും ബേക്കിംഗ് സോഡയും കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അത് പ്രത്യേകം മനസ്സിലിരിക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള മാവല്ല വേണ്ടത്, അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വേണം വെള്ളം ചേർത്ത് എടുക്കാനായിട്ട്. കട്ടകളൊന്നും ഇല്ലാതെ മാവ് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യേണ്ടത് കൈകൊണ്ടാണ്. നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട കിട്ടത്തുള്ളൂ. മാവിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് കൂടുതൽ ലൂസായി പോവരുത്. ഇനി ഇതൊരു 2 മണിക്കൂറത്തേക്ക് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. ഇപ്പൊ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വറുത്തതോടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചുകൂടെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇടാവുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മാവ് എങ്ങനെയാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ കൈ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം. ഇതുപോലെ കൈ നിറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇച്ചിരി കുഴിവുള്ള പാത്രമൊക്കെ എടുക്കാനായിട്ട് നോക്കണം. ചീനച്ചട്ടിയോ അങ്ങനെയുള്ള പാത്രങ്ങൾ. അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണയൊക്കെ ദേഹത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഈ രീതിയിലല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അധികം കുഴിവില്ലാത്ത ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നിറച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഞാനിവിടെ ഐസ്ക്രീം സ്കൂപ്പ് ഉപയോഗിച്ചാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ അധികം കുഴിവുള്ള പാത്രങ്ങളില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം ഉപയോഗിച്ചതും ഈ രീതിയിൽ മാവ് ഇട്ട് കൊടുക്കുന്നതും. ബോണ്ട മുങ്ങിക്കിടക്കാനുള്ള അത്ര എണ്ണ ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ നന്നായിട്ട് ഇതായി കിട്ടത്തുള്ളൂ. പിന്നെ കുഴിവുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് 1 or 2 ആയിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും എണ്ണയൊന്നും വെറുതെ പോകത്തില്ല. മാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ബോണ്ട ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ചായക്കട സ്പെഷ്യൽ ബോണ്ട റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.